മഹാവിഷ്ണുവിൻ്റെ 7ാം അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ ജനനം ആഘോഷിക്കുന്ന ഉത്സവമാണ് രാമനവമി. ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും പുത്രനായി അയോധ്യയിലാണ് ശ്രീരാമസ്വാമി ജനിച്ചത്. ചൈത്രമാസത്തിലെ 9ാം ദിവസമാണ് രാമനവമി ആഘോഷിക്കുന്നത്. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനമായതിനാൽ ചൈത്രനവമി എന്നും രാമനവമി അറിയപ്പെടുന്നു. ഈ ദിവസത്തിൽ ക്ഷേത്രങ്ങൾ ഭംഗിയായി അലങ്കരിക്കുന്നു. അമ്പലങ്ങളിൽ രാമായണ പാരായണവും ഉണ്ടായിരിക്കും. രാമൻ്റെയും സീതയുടെയും ചെറിയ മൂർത്തികൾ ഉപയോഗിച്ച് നടത്തുന്ന കല്യാണോത്സവം എന്ന ചടങ്ങും ഈ ദിവസത്തിലെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണുവാൻ സാധിക്കും. ശർക്കരയും കുരുമുളകും ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനകം എന്ന മധുരപാനീയം രാമനവമി ദിവസം തയ്യാറാക്കുന്നു. വൈകുന്നേരം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും ഉണ്ടായിരിക്കും. രാമനവമി ദിവസം രാമനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ പത്നി സീത, സഹോദരൻ ലക്ഷ്മണൻ, സേനാനായകൻ ഹനുമാൻ എന്നിവരെയും ആരാധിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രധാന ശ്രീരാമക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമാണ്. ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥാനമായ അയോധ്യയിൽ അന്നേ ദിവസം ആയിരങ്ങൾ സരയൂ നദിയിൽ സ്നാനം ചെയ്യും. ഇതുകൂടാതെ തെലങ്കാനയിലെ ഭദ്രാചലം സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലെ വോണ്ടിമിട്ട കോദണ്ഡരാമസ്വാമി ക്ഷേത്രം, തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലും രാമനവമി പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു. കേരളത്തിൽ പൊതുവെ വൻതോതിലുള്ള ആഘോഷങ്ങൾ കുറവാണ്. എങ്കിലും എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളിലും ഇതിനോടനുബന്ധിച്ച് രാമായണ പാരായണവും എഴുന്നള്ളത്തും ചുറ്റുവിളക്കും ഉണ്ടാകാറുണ്ട്. കേരളമൊഴികെയുള്ള സംസ്ഥാനങ്ങളിൽ സീതാദേവിയുമായുള്ള ഭഗവാന്റെ വിവാഹ ദിവസമായും രാമനവമി കണക്കാക്കപ്പെടുന്നു. അതിനാൽ അന്നേ ദിവസം അതിനോടനുബന്ധിച്ച് തിരുക്കല്യാണ മഹോത്സവവും നടത്താറുണ്ട്. ഭൂമിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തിന്മയെ ഒഴിവാക്കി ദൈവികമായ ശക്തി പ്രവേശിക്കുന്ന സമയമായി രാമനവമിയെ കണക്കാക്കാം. അതിനാൽ അന്നേ ദിവസം ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലേക്ക് കടന്നു വരുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും വിവാഹം നടന്ന ദിനമായിട്ടും ചില സ്ഥലങ്ങളിൽ രാമനവമിയെ കാണുന്നതിനാൽ വിവാഹവും അനുബന്ധ കാര്യങ്ങൾക്കും ഈ ദിനം ഉത്തമമാണെന്നും ഭാര്യാഭർത്താക്കന്മാർ ഈ ദിനത്തിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുന്നത് ഐശ്വര്യദായകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു.